ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ മറ്റേ കറങ്ങാൻ പോണ വ്ളോഗോ അങ്ങനത്തെ ഒന്നുമല്ല, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്, തെരളിയപ്പം. ഇത് ഞങ്ങൾ ബേസിക്കലി കൊല്ലംകാരാണ്. ഇപ്പം സെറ്റിൽഡ് ആയിട്ടുള്ളത് മലപ്പുറത്താണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ് എനിക്ക് അറിയുണ്ടാവും. അപ്പം തെക്ക് ഭാഗത്തോട്ട്, അതായത് കൊല്ലം, ട്രിവാൻഡ്രം, ആലപ്പുഴ ആ ഭാഗത്തോട്ടൊക്കെ ഈ തെരളിയപ്പം ഭയങ്കര ഫേമസ് ആണ്. ഒട്ടുമിക്ക നല്ല എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഈ വടക്ക് ഭാഗത്തോട്ട്, അതായത് മലപ്പുറം ആ ഏരിയയിലേക്കൊന്നും ഇത് അത്ര ഫേമസ് അല്ല, അധികം ആൾക്കാർക്കൊന്നും അറിയൂല. അതുമല്ല, ഞങ്ങളിപ്പം മലപ്പുറത്ത് താമസം തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ അവിടെ ഒന്നും ഇപ്പം എൻ്റെ വീടിൻ്റെ പരിസരത്തൊന്നും ഇത് ഉണ്ടാക്കുന്ന ഇല ഉണ്ടല്ലോ, നമ്മുടെ തെരളി ഇല അല്ലെങ്കിൽ വായന ഇല എന്ന് പറയുന്ന ആ ഇല ഞങ്ങൾ ആ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് അവിടെ ഒരു ഒഴിഞ്ഞൊരു പറമ്പുണ്ട്. അവിടേക്ക് ഒരു ദിവസം ഇങ്ങനെ നടക്കാൻ പോയപ്പം അവിടെ ഒരു ചെറിയൊരു മരം ഇതിൻ്റെ അത് കണ്ടത് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പം തന്നെ അത് പൊട്ടിച്ചു വളർന്നിട്ട് ഞാൻ അന്ന് വൈകുന്നേരം ഈ തെരളിയപ്പം ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം മലപ്പുറത്തും ചില ഭാഗങ്ങളിലൊക്കെ ഈ മരം ഉണ്ട് എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. അവിടെ അതിന് ഏലമംഗലം എന്നാ അങ്ങനെ എന്തുവാണ് ആ ഇലയ്ക്ക് പറയുക, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഏലമംഗലം എന്നാ തോന്നുന്നുണ്ട് പറയുക. പക്ഷെ നമ്മൾ പറയാ തെരളിയില അല്ലെങ്കിൽ വയനയില എന്നാണ് കേട്ടോ. അപ്പൊ ഇന്റെ ഈ വീഡിയോ കാണുന്ന ആർക്കൊക്കെ ഈ തെരളിയപ്പം അറിയാം, കഴിച്ചിട്ടുണ്ട്, ഇഷ്ടമാണോ എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ചെയ്യണേ. കുട്ടിക്കാലം മുതൽ ഇപ്പൊ ഈ പ്രായത്തിലാണെങ്കിലും എന്റെ നാട്ടിൽ കൊല്ലത്ത് പോയാൽ എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള രണ്ട് സാധനങ്ങളാണ്, ഒന്ന് തെരളിയപ്പം, ഒന്ന് കൊല്ലാലുവയും. ആ കൊല്ലാലുവ എനിക്ക് ഇഷ്ടമാണ്, ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എന്റെ അച്ഛമ്മ, ഇപ്പൊ അച്ഛമ്മയ്ക്ക് സുഖമില്ല, അച്ഛമ്മ കിടപ്പിലാണ്, അച്ഛമ്മയെ കൊണ്ട് പറ്റൂല. പക്ഷെ പണ്ടൊക്കെ അച്ഛമ്മ ഉണ്ടാക്കി തരുന്ന ഒരു തെരളിയപ്പുണ്ട്, അതിന് വേറെ തന്നെ. ഇപ്പം എൻ്റെ അമ്മയും ബാക്കി അമ്മായിമാർ അവരാരും ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ്, അച്ഛമ്മ ഉണ്ടാക്കുന്ന തെരളിയപ്പത്തിന് വേറെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അതിപ്പോൾ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം അച്ഛമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എന്താ ചോദിച്ചാൽ ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് കിട്ടാനില്ലല്ലോ. അപ്പോൾ നാട്ടിൽ പോകുമ്പം അവിടുന്ന് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യും. വരുമ്പോൾ കുറേ ഇല ഇങ്ങോട്ട് മലപ്പുറത്തേക്ക് കൊണ്ടുവരും ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട് എനിക്ക് ഇതിനെ കുറിച്ചിട്ട്. പിന്നെ ഇപ്പൊ ഇവിടെ ബഹ്റൈനിൽ വന്നപ്പോഴും ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വാഴയിലൊക്കെ കിട്ടുമെങ്കിൽ പോലും ഈ തെരളിയില ഞാൻ ഇതുവരെ എവിടെയും ലുലുലോ നെസ്റ്റോലോ എവിടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ ഇവിടെ സൽമാനിയയില് നമ്മുടെ കേരള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടല്ലോ, ഞാൻ അതിന്റെ ഷോർട്ട് വീഡിയോസ് ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, റീൽസിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഷോപ്പില് ഇപ്പൊ തെരളിയില കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ വിളക്കുതിരി വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ഇല ഇരിക്കണ കണ്ടു. അപ്പൊ ചോദിച്ചപ്പോ അവര് കൊല്ലംകാരാണ്. അപ്പൊ അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവരും. അപ്പൊ ഞാനിപ്പോ തെരളിയപ്പം ഉണ്ടാക്കാൻ പോണത് അവിടുന്ന് വാങ്ങിച്ച ഇല കൊണ്ടല്ല, നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരിച്ചതാണ് കേട്ടോ. ഞങ്ങള് കസിന് വന്ന സമയത്ത് ഏട്ടൻ്റെ അമ്മയെടുത്ത്, ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത് ഇല ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഏട്ടൻ്റെ അമ്മ അടുത്തേക്ക് ഇങ്ങനെ കുറച്ച് ഇത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇല കൊടുത്തയക്കണം. അപ്പൊ അമ്മ കൊടുത്തയച്ചതാണ്. അതിന് ഈ ഇല എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഇവിടെ ബഹ്റൈനിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പൊ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതിന്റെ ഇല നമുക്ക് സൽമാനയിലുള്ള കേരള സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പ്, അവിടെ ഇപ്പൊ സാധനം അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം അവിടെ പോയി വാങ്ങിച്ചോളൂ കേട്ടോ, എന്നിട്ട് ഉണ്ടാക്കി നോക്ക്. അപ്പൊ ഇതാ ഈ ഒരു ഇല കാരണമാണ് എനിക്ക് ഇത്ര നാളെ ഉണ്ടാക്കാൻ പറ്റാണ്ട് പോയത്. ഈ ഒരു ഇല ഇല്ലാതെ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം, നമ്മുടെ തെരളിയില അല്ലെങ്കിൽ വയനയില എന്ന് പറയുന്നത്. ഇതിൻ്റെ മണം തന്നെ ഭയങ്കര മണമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച വരെ, പക്ഷെ ഇപ്പോഴും ഇതിനൊരു കേടും പറ്റിയിട്ടില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുവരുന്നത്, എനിക്ക് പെട്ടെന്ന് കേടായി പോകുന്നില്ല. അപ്പം നമ്മുടെ തെരളിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് ശർക്കര പാനി റെഡിയാക്കിയിട്ട് വെക്കണം. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പും ഗോതമ്പ് പൊടി തന്നെ ആയിട്ട് എടുക്കാം കേട്ടോ. അരിപ്പൊടി മിക്സ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട, ഗോതമ്പ് പൊടി മാത്രമായിട്ട് എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി എല്ലാം കൂടി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങയും 2 ചെറുപഴമാണ്. പഴം ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു തെരളിയപ്പം നല്ല സോഫ്റ്റ് ആവുന്നതും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പക്ഷെ പഴം ചേർക്കുന്നത് ഒരുപാട് കൂടി പോവുകയും ചെയ്യരുത്. ഇനി ചേർത്ത പഴവും തേങ്ങയൊക്കെ കൂടി മാവിനകത്തേക്ക് നല്ലപോലെ കുഴച്ച് ചേർക്കാം. പഴം നല്ലപോലെ കൈകൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കണം. മിക്സിയിലൊന്നും ഇട്ട് അടിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ഈ മാവിനകത്തേക്ക് ഇട്ടതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആ പഴവും തേങ്ങയൊക്കെ കൂടി മാവിനകത്തിട്ട് നല്ലപോലെ കുഴച്ച് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും കുഴക്കലിന്റെ പരിപാടി നല്ലപോലെ കൈകൊണ്ട് കുഴച്ച് മാവ് നല്ല സോഫ്റ്റ് ആക്കി ഈ ഒരു പരുവാക്കി എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ നെയ്യിന്റെ നല്ലൊരു ഫ്ലേവറും പിന്നെ മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കയ്യിലൊന്നും ഒട്ടാതെ ഇരിക്കുകയൊക്കെ ചെയ്യും. 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ നെയ്യ് എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് വീണ്ടും കുഴക്കലിന്റെ പരിപാടി. കുഴക്കൽ കുറച്ച് കൂടുതലാണല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കൂലേ
അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഇത് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം നേരം ഒന്ന് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചപ്പാത്തി മാവ് എന്ന് പറഞ്ഞെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ, നമ്മുടെ മാവിന് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ അതുപോലെ. ഇനി നമുക്ക് ഈ മാവ് ഇലയിലേക്ക് ഫില്ല് ചെയ്യാന്നുള്ളതാണ് പരിപാടി. അതിനുവേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം വയനയില അല്ലെങ്കിൽ തെരളിയില അല്ലെങ്കിൽ ഇലമംഗലം ഇങ്ങനെയൊക്കെ പേരുള്ള ഈ ഒരു ഇല എടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഭാഗം, അതായത് ആ തുമ്പ് ഭാഗത്ത് കുറച്ച് മേളിലായിട്ട് ഒരു ഉരുള മാവ് വെക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയിട്ട് നമ്മൾ ആ ഭാഗം മേലോട്ട് മടക്കുക. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ വീണ്ടും ഒരു ഉരുള മാവ് വെക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ഇപ്പുറത്തെ ഭാഗത്തോട്ട് മടക്കിയിട്ട് തണ്ട് കൊണ്ട് കുത്തി കൊടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവണുണ്ടാവുമല്ലോ അല്ലേ. ഈ ഒരു രീതിയിലാണ് നമ്മൾ തെരളിയിലല്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ തെരളിയിലയിൽ മാവ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രൂപത്തിൽ റെഡി ആക്കുമ്പോഴാണ് തെരളിയപ്പം ആവുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുമ്പിൾ കുത്തിയിട്ട് അങ്ങനെ വെക്കുമ്പോൾ അത് കുമ്പളപ്പം പോലെയൊക്കെ ഉണ്ടാക്കണവരും ഉണ്ട്, അങ്ങനെ ഉണ്ടാക്കാം. ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ. അപ്പം ശരിക്കുള്ള തെരളിയപ്പത്തിന്റെ ഒരു രൂപം ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കല്, മറ്റേ കുമ്പിൾ കുത്തിയിട്ട് കുമ്പളപ്പം പോലെ ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെ വീട്ടിലും അങ്ങനെ ഉണ്ടാക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുമ്പളപ്പം മോഡലും ഉണ്ടാക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. എല്ലാ ഇലയിലും മാവ് ഇതുപോലെ സെറ്റ് ചെയ്താൽ പിന്നെ ഒരു ഡെലിച്ചം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് ഓരോ തെരളിയപ്പമായിട്ട് നമ്മൾ ഇതുപോലെ അടുക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. വൈകുന്നേരത്താണ് ഞാനത് ഉണ്ടാക്കിയത്. ഏട്ടൻ ഓഫീസിൽ നിന്ന് വരാനുള്ള ടൈം ആയിട്ടുണ്ട്. വൈകുന്നേരത്തെ ഒരു ചായ കൂടി പതിവില്ലാത്തതാണ്, പക്ഷെ ഇന്ന് തെരളിയപ്പം ഉണ്ടാക്കിയപ്പം ഓരോ ഗ്ലാസ് ചായയും കൂട്ടിയിട്ട് തെരളിയപ്പം കഴിക്കാനൊരു പൂതി. അപ്പം ഞാൻ തെരളിയപ്പം വേവണ സമയം കൊണ്ട് ഓരോ ഗ്ലാസ് ചായയും കൂടി റെഡിയാക്കി കേട്ടോ. അപ്പം ഇതെല്ലാം സെറ്റ് ആയപ്പോഴത്തേനും ഏട്ടൻ വന്നു. ഡോർ തുറന്നകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞത് നല്ല തെരളിയപ്പത്തിന്റെ മണം അടിക്കുന്നുണ്ടല്ലോ എന്നാണ്. ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത അതാണ്. പിന്നെ നമ്മളെ വീട് മുഴുവൻ തെരളിയപ്പത്തിന്റെ നല്ലൊരു മണമായിരിക്കും. ആ മണം അടിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാനായിട്ട് തോന്നും. പിന്നെ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ തെരളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കാൻ വേണ്ടി പോവാണ്. ഇത് തുറക്കുമ്പോഴൊരു മണം, ഇത് ഇവിടെ നമ്മൾ വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഈ വീട് മുഴുവൻ ഇതിന്റെ അസാധ്യ മണമായിരുന്നു കേട്ടോ. ആ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ കൊതിയാവും. അപ്പൊ നല്ല ചൂടോടെ ഇവിടെ സാധനം റെഡി ആയിട്ടുണ്ട്. അത് ചൂടുണ്ട്, ഇത് കണ്ടോ. ഞാനൊരു പ്ലേറ്റിക്ക് മാറ്റട്ടെ. ഇതിങ്ങനെ ചൂടോടെ തിന്നണേക്കാളും കുറച്ചൊന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അച്ഛമ്മൊക്കെ ഉണ്ടാക്കുമ്പം തലേന്ന് രാത്രി ഉണ്ടാക്കി വെക്കും, എന്നിട്ട് രാവിലെ ചായക്കടിയായിട്ട് തണുത്തതിന് ശേഷം രാവിലെയാണ് തിന്നാം. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഇപ്പം എനിക്ക് അത്രയും ക്ഷമൊന്നുമില്ല. ഞാൻ ഇപ്പൊ ചൂടോടെ തന്നെ അത് കഴിക്കാൻ വേണ്ടി പോവാണ്. ചായ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇനി മനസ്സമാധാനത്തോടെ പോയിരുന്ന് തെരളി കഴിക്കട്ടെ. അപ്പൊ നമ്മളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ തെരളിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ. നല്ല സോഫ്റ്റ്, അടിപൊളി.